നമസ്കാരം മാം. മാം, ഈ ഏഞ്ചൽ ഹീലിംഗ് വെച്ചിട്ട് ഇപ്പോൾ ഒരു എന്തെങ്കിലും രീതിയിൽ ഇപ്പോൾ കൂടോത്രം, ആഭിചാരം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ബാധാദോഷം അങ്ങനെയൊക്കെ ഓരോരുത്തർ കേൾക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരാൾ മാമിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഏഞ്ചൽസിനെ യൂസ് ചെയ്ത് ഏഞ്ചൽ ഹീലിംഗ് വെച്ചിട്ട് ഇത്ര വലിയ ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കുമോ? അതായത് ഏഞ്ചൽസ് എന്ന സങ്കല്പം തന്നെ പറയുന്നത് നമ്മളെ സഹായിക്കാൻ വേണ്ടി ദൈവം അവരുടെ സന്തത സഹചാരികളെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്നാണ് സങ്കല്പം. അവർ നമ്മൾ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും വരും. അവരുടെ നിയോഗം തന്നെ മനുഷ്യരെ സഹായിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പക്ഷേ ഏഞ്ചൽസിൻ്റെയും മാസ്റ്റേഴ്സിൻ്റെയും ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈവൻ ഗുരുവായൂരപ്പനാണെങ്കിൽ പോലും വിളിച്ചാലേ വരുള്ളൂ. അല്ലെങ്കിൽ അവരൊരു കാഴ്ചക്കാർ, സാക്ഷികളായിട്ട് നമ്മളെ നോക്കി നിൽക്കും. അതിനൊരു ഉദാഹരണമാണ് ദ്രൗപദി അവസാന നിമിഷാസാരി പോകുന്ന സമയത്ത് ഗോവിന്ദ ദ്വാരകാവാസിൻ എന്ന് വിളിച്ചപ്പോഴേ വന്നുള്ളൂ. അതുവരയ്ക്കും പുള്ളി അവിടെ നോക്കി വെയിറ്റ് ചെയ്ത് നിന്നതാണ്. അപ്പോൾ ഇതേപോലെ നെഗറ്റീവ് എനർജീസിനെ വിളിക്കാതെ അവർ വരും. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല, വിളിക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല, അവർ വന്നോളൂ. അപ്പം നമ്മൾ ഏഞ്ചൽ ഹീലിങ്ങിന് വരുന്ന ആൾക്കാർ ചെയ്യുന്ന അതിന് മാത്രമായിട്ട്, അതായത് ബാധാദോഷം, അതേപോലെ തന്നെ ശത്രുതാദോഷം, അങ്ങനെയുള്ള കാര്യങ്ങൾ, വലിയ വലിയ കൂടോത്രങ്ങളൊന്നും നമുക്കത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അവരത് കർമ്മം അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ചിട്ടേ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് അതിൻ്റെ ഇത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാഠിന്യം കുറച്ച് കൊണ്ടുവന്ന് നമുക്കത് മൈക്കിൾ എന്നുള്ള, അതായത് മിഖായേൽ മാലാഖ കേട്ടിട്ടുണ്ട്, പുള്ളിനെയാണ് നമ്മൾ ഇതിന് ഇൻവോക്ക് ചെയ്തിട്ട് നമ്മളൊന്നും ചെയ്യണ്ട, നമ്മൾ അവരെ കണക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹീലിംഗ്, ഞാൻ റേക്കി ഹീലർ കൂടെ ആയതുകൊണ്ട് ഹീൽ ചെയ്ത് കൊടുക്കും. റേക്കി എനർജി സെൻഡ് ചെയ്യും. ആർക്കേഞ്ചൽ മൈക്കിൾ വന്ന് അവരെ പരിപൂർണമായിട്ട് ഒരു പ്രൊട്ടക്ഷനും ഷീൽഡും ഒക്കെ ഇട്ട് അവരെ സംരക്ഷിച്ച് നിർത്തും. അത് കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു പറിച്ച് കളയും എന്നല്ല പറയണത്, പക്ഷേ ഇതൊന്നും അവർക്ക് ഏൽക്കാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ. ഇപ്പം നമ്മൾ നമ്മുടെ കഷ്ടത്തിലാണെങ്കിൽ ഇത് ചെയ്യാറുണ്ടല്ലോ, നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഏലസ് ധരിക്കുക, അങ്ങനെ അതേപോലെ തന്നെ ആർക്കേഞ്ചൽ മൈക്കിളിൻ്റെ കയ്യിലുള്ള ഒരു ജ്വലിക്കുന്ന ഒരു വാളുണ്ട്. അതുകൊണ്ട് നമുക്ക് സംരക്ഷണ വലയം തീർത്ത് മറ്റുള്ള എനർജീസ് നമ്മളെ ബാധിക്കാതിരിക്കാനുള്ള രീതിയിൽ ഇടും. പിന്നെ കോട്ട് കട്ട് ചെയ്ത് കളയും. അദ്ദേഹത്തിന് കോട്ട് കട്ട് ചെയ്യാനും വിളിക്കാറുണ്ട്. എന്തെങ്കിലും നെഗറ്റീവ് എനർജീസ് മറ്റ് ഇതായിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കോഡ്സ് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷമാണ് പ്രൊട്ടക്ഷൻ ഇടുക. അല്ലാതെ ഈ സാധനം ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഇട്ടിട്ടൊരു കാര്യമില്ല. ഈ ഉള്ളിൽ നിൽക്കുന്ന സാധനം പോകണമല്ലോ. അപ്പോൾ അതിൻ്റെ എനർജീസിനെ കോട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പ്രൊട്ടക്ഷനും ഷീൽഡും നമുക്ക് തന്ന്, പിന്നെ മൈക്കിലും ആയിട്ടൊരു കണക്ഷൻ വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ വിളിക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്, അപ്പോൾ എൻ്റെ കൂടെ വരണേ, ആർക്കേഞ്ചൽ മൈക്കിൽ നിന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ചുറ്റും ഒരു പ്രൊട്ടക്ഷൻ വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ഇതൊക്കെ പ്രാക്ടീസ് കൊണ്ടും കുറേ നാളത്തെ ഇതും കൊണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. ചാടിക്കയറി വന്നവരതൊന്നും ചെയ്യില്ല. അങ്ങനെയാണ്. അപ്പോൾ ഒരു 21 ഡേയ്സിൽ പ്രാക്ടീസ് നമ്മൾ പറഞ്ഞു. ഞാനിപ്പോൾ സെഷൻ ഇന്ന് കൊടുത്താൽ തന്നെ അടുത്ത 21 ഡേയ്സിൽ അവരോട് പ്രാക്ടീസ് ചെയ്യാൻ പറയും. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മൈക്കിളിൻ്റെ പ്രസൻസ് നന്നായിട്ട് നമുക്ക് അറിയും. പക്ഷേ അതിലെന്താ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൈക്കിളിനെ ആണെങ്കിലും ഏത് ആർക്കേഞ്ചൽസിനെ ആണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നന്നായി പോകണം. നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യണം. അല്ലാതെ മൈക്കിൾ എൻ്റെ കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റ് ദോഷങ്ങൾ ചെയ്യാൻ നിന്നാൽ പുള്ളിയുടെ പാട്ടിന് പോകും, വരില്ല. അപ്പം നമ്മുടെ പ്രവൃത്തിയും കർമ്മം നന്നായി പോകണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ എനർജിയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഒരുപാട് പേര് പറയാറുണ്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ല എന്ന് പറയും. ചില ആൾക്കാർ അങ്ങനെ ഇത് മിസ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കാറുണ്ട്. എൻ്റെ കൂടെ പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്കിതൊന്നും ബാധിക്കില്ല. നമ്മൾ ആദ്യം അതായിരിക്കുമല്ലോ പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ വേറെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ദോഷമൊന്നും വരില്ല, പക്ഷെ ഇതിൻ്റെ ഫലം കിട്ടില്ല. ഈ എനർജീസ് ഒക്കെ, അതായത് ഈ ഏഞ്ചൽസിനെ വിളിക്കുന്നതും അതേപോലെ റേക്കി എനർജിക്ക്, ഇതൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ള എനർജിയാണെന്ന് കേട്ടിട്ടുണ്ട്. കോൺഷ്യസ് എനർജിയാണ്. ഇപ്പൊ ശരീരത്തിന് എന്തെങ്കിലും രീതിയിൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ കോൺഷ്യസ് എനർജി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. കോൺഷ്യസിനേക്കാളും കോസ്മിക് എനർജി അല്ലേ മാം? ഈ ഒരു തവണ ഇതേപോലെ ഏഞ്ചൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വിളിച്ചു വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഈ ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട്, നമുക്കൊരു സൈക്കിക് തലം ഉണ്ടല്ലോ, ഇതിൽ നമ്മൾ
കുറച്ചൊക്കെ രീതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കണക്ട് ആയി നിന്ന് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജീസും നമ്മൾ കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നവരാണെങ്കിലും ഒരു പെർട്ടിക്കുലർ ലെവൽ കഴിഞ്ഞു കഴിയുമ്പോൾ അത് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള നെഗറ്റീവ് എനർജീസിന്റെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നു. അത് അവസാനം ഉപദ്രവത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. ഇതിനെ കുറിച്ച് മാമിന് എന്താണ് സംസാരിക്കുന്നത്? അതായത് മെയിനായിട്ട് ഈ നെഗറ്റീവ് എനർജീസ് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിക്കുന്ന ആൾക്കാർ, പിന്നെ അതേപോലെ സ്മോക്കിങ്, ഇങ്ങനെയുള്ള ഡ്രഗ്സ് അഡിക്റ്റഡ് ആയ ആൾക്കാർ, പിന്നെ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പിന്നെ അതേപോലെ സദാസമയം മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, കിട്ടിയതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാതെ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇത് പറയുന്നത് മെയിൻ കാര്യം അവരുടെ എനർജി ലെവൽ വളരെ ലോ ആയിരിക്കും. അവർക്കാണ് ഈ ഒരു തലത്തിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ലെവൽ കുറഞ്ഞ ആൾക്കാരെ പെട്ടെന്ന് ഈ പറഞ്ഞ ബാധകളൊക്കെ വരും. ഒന്നൊന്നും ആയിരിക്കില്ല, അതൊരു 10-40 ചിലപ്പോൾ ഒരാളുടെ ഓറയിൽ, അതായത് ഇവരുടെ ഓറ എന്താവുകയാണ്, ബലം കുറയുകയാണ്. അപ്പോഴാണ് ഓറ പ്രൊട്ടക്റ്റഡ് ആണ്, നല്ല ശക്തമായ ഓറ ആണെങ്കിൽ ഈ വക കാര്യങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. അപ്പോൾ ഈ ഓറ ഇതിൻ്റെ എനർജി കുറയുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വരാറുണ്ട്. അപ്പോൾ ഈ ഹീലർ ആണെങ്കിലും മറ്റുള്ള ആൾക്കാരാണെങ്കിലും അവരുടെ ഓറ ലെവൽ കുറയാതെ നോക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. അതിന് സെൽഫ് ഹീലിംഗ് കണ്ടിന്യൂ ആയിട്ട് ഇന്നർ വർക്കുകൾ ചെയ്യാമെന്ന് നമ്മൾ പറയും. അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ഇതേപോലെ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കേഞ്ചൽ മൈക്കിളിനെ പ്രൊട്ടക്ഷൻ ഇടും, റേക്കി പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ എനിക്കിപ്പോൾ അടുത്ത് കിട്ടിയതാണ് ഹനുമാൻ ചാലിസ. അതെനിക്ക് അറിയുമായിരുന്നു, കാണാതെയൊന്നും അറിയില്ല, എന്നിരുന്നാലും എനിക്കിതിനെപ്പറ്റി കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം പറഞ്ഞാൽ അത് തെറ്റായ വിശ്വാസമാണെന്ന് അതായത് ഹനുമാൻ സ്വാമി എന്ന് പറഞ്ഞ നിത്യബ്രഹ്മചാരിയാണ്. അപ്പോൾ ലേഡീസിന് ഇൻവോക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു മിഥ്യാധാരണ എനിക്കുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ പുറകിൽ ഹനുമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പറയുന്നത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് തൊട്ട് നമ്മൾ കുങ്കുമെടുത്ത് വെക്കാൻ പാടില്ല, താഴെ വീണതെടുക്കാം, അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പുള്ളീനെ അങ്ങനെ വിളിക്കാൻ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത് ഹനുമാൻ ചാലിസ ചെയ്യുന്നത് ഏറ്റവും പ്രൊട്ടക്ഷനാണ്. പുള്ളി ബാക്കി എല്ലാ കാര്യവും നോക്കിക്കോളും എന്ന് പറയുന്നത്. ഹനുമാൻ ചാലിസ ഉണ്ടാവാനുള്ളൊരു സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ തുളസീദാസാണ് ഇത് എഴുതിയത്. ഗായത്രിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായൊരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീരാമസ്വാമി പ്രത്യക്ഷ ദർശനം കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുത്തത് അന്നത്തെ ചക്രവർത്തിയായ അക്ബർ ചക്രവർത്തി അറിയാണ്. അപ്പോൾ അദ്ദേഹം പറയും എനിക്കും ഇതേപോലെ പ്രത്യക്ഷം തരണം എന്ന് പറയും. അപ്പോൾ ആൾ പറയും ഇല്ല, അങ്ങനെ എല്ലാവർക്കും കിട്ടില്ല, അതിന് ഒരു ലെവൽ എത്തണമല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ഭഗവാനെ കാണുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും സങ്കല്പമാണ്. പക്ഷെ നമുക്ക് എപ്പോഴാണോ അവിടെ എത്താൻ പറ്റുന്നത് അപ്പോഴേ എത്തുള്ളൂ. അപ്പോൾ പുള്ളി അങ്ങനെ പറ്റില്ല എന്ന് പറയും. അപ്പോൾ തുറങ്കിലടയ്ക്കുകയാണ് അദ്ദേഹത്തിന്. തുറങ്കിലടയ്ക്കുന്ന സമയത്ത് 41 ദിവസം കൊണ്ട് ഈ ഹനുമാൻ ചാലിസ ആ തടവൽ വെച്ചിട്ട് അദ്ദേഹം എഴുതുകയാണ്. എഴുതി കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ വാനരപ്പട വന്ന് അവിടെ ഫുള്ള് ഡിസ്റ്റർബൻസ് ആക്കി. അപ്പോൾ അവിടുത്തെ ഒരു യോഗി വന്നിട്ട് പറയാണ് ഇത് തുളസീദാസിനെ സംരക്ഷിക്കാൻ വേണ്ടി സാക്ഷാ ഹനുമാൻ സ്വാമീൻ്റെ പടകളാണ് വന്നിരിക്കുന്നത്, അദ്ദേഹത്തിനെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് മോചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മളൊന്നും ആക്ഷൻ എടുക്കേണ്ട, എല്ലാ കാര്യങ്ങളും അദ്ദേഹം നോക്കിക്കോളും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഗായത്രി പറഞ്ഞെന്ന കാര്യത്തിലേക്ക് കണക്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമ്മളെ ബാധിക്കാതിരിക്കും. അതാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും. നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.